എണ്ണം കൂടിയിട്ടില്ല, സൗന്ദര്യവും കൂടിയിട്ടില്ല. കണ്ണാടി നോക്കുമ്പോൾ സംഭവിക്കുന്ന കാര്യം ഇത്രേ ഉള്ളൂ, നമ്മുടെ ഉള്ളതൊക്കെ ഒന്ന് ഓർഡറാക്കി വെക്കാൻ പറ്റും. ഉദാഹരണത്തിന്, ഈ ധ്യാനത്തിന് ഇങ്ങോട്ട് പോരുന്നതിന് മുമ്പ് ഞാൻ പൗഡർ ഇട്ടു എന്ന് കരുതുക. പൗഡർ ഇട്ടു, കണ്ണാടി നോക്കാതെയാ പൗഡർ ഇട്ടു, ഒരു കയ്യിലിട്ട് ഒരു സൈഡ് മാത്രം പൗഡറായിപ്പോയി. കണ്ണാടി നോക്കിയപ്പോഴാണ് മനസ്സിലായത്, ഒരു സൈഡിൽ പൗഡറും ഒരു സൈഡ് കറുപ്പും. കണ്ണാടി നോക്കിയപ്പോഴെപ്പോഴും എല്ലാം ശരിയായിട്ടില്ല. അതുകൊണ്ട് ഇവിടുന്ന് കുറച്ചെടുത്തിട്ട് എവിടത്തേക്കും ഇപ്പുറത്തേക്ക് അഡ്ജസ്റ്റ് ആക്കി വെക്കും, ഉള്ളതൊന്ന് മെയിൻറ്റെയിൻ ചെയ്ത് വെക്കും. കണ്ണാടി നോക്കുമ്പോഴാണ് അറിഞ്ഞു, അയ്യോ തലമുടി ചെയ്യില്ലല്ലോ, ഈ ബട്ടൺസ് ഇട്ടില്ലല്ലോ. നമുക്ക് ചില കുറവുകൾ മനസ്സിലാകും കണ്ണാടി നോക്കുമ്പോൾ. അപ്പോൾ നമ്മൾ അന്നേരം കണ്ണാടി മുമ്പിൽ നിന്ന് അത് പരിഹരിക്കും. അതേത് കണ്ണാടി? 200 രൂപയ്ക്ക് മേടിക്കുന്ന, കടയിൽ നിന്ന് മേടിക്കുന്ന കണ്ണാടി, നിലത്ത് വീണാൽ പൊട്ടിപ്പോകുന്ന കണ്ണാടി. ശ്രദ്ധിച്ചേ, ആ കണ്ണാടി നിലത്തോട്ടിട്ടാൽ എന്ത് സംഭവിക്കും? ഇതൊരു കണ്ണാടിയാണെന്ന് കരുതുക, ഇത്രയും പൊക്കത്തുനിന്ന് താഴോട്ടങ്ങ് ഇട്ടു, എന്ത് സംഭവിക്കും? അതൊരു 10-50 കഷ്ണമായിട്ട് പൊട്ടും. പിന്നെ അത് കൊള്ളില്ല, പിന്നെ അത് എഴുതി തള്ളും. പിന്നെ അതേ മുഖം നോക്കിയാലോ, പല കഷ്ടങ്ങളായിട്ട് നമ്മുടെ മുഖം തന്നെ കൊണ്ട് നമുക്ക് നോക്കാൻ കൊള്ളില്ല. ഏത് കടയിൽ നിന്ന് മേടിക്കുന്ന 100, 1000, 10,000-ന്റെ കണ്ണാടി പോലും നിലത്ത് വീണ പൊട്ടും. യാക്കോബ് ശ്ലീഹ പറയുന്ന കണ്ണാടി നിലത്ത് വീണ പൊട്ടാത്ത കണ്ണാടിയാണ്. ഇത് പൊട്ടിയിട്ടില്ല. പക്ഷേ ജീവിതത്തിൽ എത്ര പൊട്ടി തകർന്ന വ്യക്തികളും ഈ കണ്ണാടി നോക്കിയാൽ ശരിയാകും, നേരെയാകും. എത്രയോ പേരെ നിങ്ങൾക്കറിയാം, ജീവിതത്തിൽ ദൈവവചനം കേൾക്കുവാൻ വേണ്ടി ധ്യാന കേന്ദ്രങ്ങളിലൊക്കെ പോകുന്നവർ ഒരു 5% ആളുകൾ പൊട്ടിപ്പൊളിഞ്ഞ് തകർന്നു പോയവരായിരിക്കും. എല്ലാ വിധത്തിലും ജീവിതം തകർന്ന് ഇനി മരിച്ചേക്കാം. അങ്ങനെയുള്ള വ്യക്തികൾ എന്ത് ചെയ്യും? ജീവനുള്ള ദൈവത്തിൻ്റെ വചനം ചിലപ്പോൾ ഒരാഴ്ച തിരിച്ചും മറിച്ചും വായിക്കും, നോക്കും, വരയ്ക്കും, എഴുതും. ഒരാഴ്ച കഴിയുമ്പോൾ പോയി മരിക്കാനല്ല തീരുമാനിക്കുന്നത്, ഒരു നല്ല പ്രതീക്ഷയോടെ അവിടുന്ന് വിട്ടിറങ്ങും. ജീവിതം ഒന്നും കൂടി ഒന്ന് ആരംഭിക്കും, എ ന്യൂ ലൈഫ്, ഒരു പുതിയ ജീവിതം. എവിടെ നോക്കിയിട്ട്? ദൈവവചനമാകുന്ന കണ്ണാടിയിൽ നോക്കിയിട്ട്. പറഞ്ഞേ ഹല്ലേലൂയ. ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തികളും മുഖം നോക്കാൻ വന്നിരിക്കുന്നവരല്ല, ഒരു കണ്ണാടിയായിട്ട് 150 രൂപയുടെ കണ്ണാടിയായിട്ട് വന്നവരല്ല. ഇത് വീട്ടിൽ സ്വന്തമായിട്ടുള്ളവരാണ്. ഇതിപ്പോൾ നിങ്ങൾ കേൾക്കുകയാണ്. ഇത് നമ്മുടെ ജീവിതത്തെ നോക്കി. ഏതെങ്കിലും വ്യക്തികളൊക്കെ ജീവിതത്തിൽ പൊട്ടിപ്പൊളിഞ്ഞു ഒന്ന് വീണവരും ഒന്ന് പൊളിഞ്ഞു പോയവരും തകർന്നവരും പൊട്ടിപ്പോയവരൊക്കെ ആയിരിക്കും. വിഷമിക്കണ്ട, ഒട്ടും വിഷമിക്കണ്ട. കാരണം ഞാൻ ഇന്ന് നിങ്ങളോട് പറയുന്ന ഈ വചനം നമ്മളെക്കാൾ തകർന്നു പോയ അനേകരെ രക്ഷപ്പെടുത്തിയ, പണിതുയർത്തിയ, ഒരു വാക്ക് പറയട്ടെ, ഈ ദൈവവചനം നമ്മളെ പണിതുയർത്തും. പറഞ്ഞേ ഹല്ലേലൂയ. ഒരു കെട്ടിടം പണിയുമ്പോൾ ഫൗണ്ടേഷൻ ഇടില്ലേ? ഫൗണ്ടേഷൻ. ഇതുപോലെ ഒരു അടിസ്ഥാനമാണ് ദൈവവചനം. ഈ കണ്ണാടിയെക്കുറിച്ചാണ് ഇന്ന് പറയുന്നത്. ഇതെന്തിനെ കുറിച്ചാണെന്നറിയാമോ? ജീവിതത്തെ ഒന്ന് ക്രമപ്പെടുത്താനുള്ള ദൈവവചനമാകുന്ന കണ്ണാടി. ഇനി കേൾക്കുന്ന വചനങ്ങൾ എൻ്റെ ജീവിതവുമായി ചേർത്ത് വച്ച് ഞാനത് വായിക്കണം. അതെൻ്റെ ജീവിതത്തെ വല്ലാണ്ട് മാറ്റും. ഒരു കരം ഉയർത്തി ഉറക്കി എന്ന് പറഞ്ഞേ ഹല്ലേലൂയ. പുരസ്സരം ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ശ്രദ്ധിച്ച്, ഇനി നിങ്ങളോട് പറയുന്ന വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിൽ കാണുന്ന ഒരു ദൈവവചനമാണ് ലാസറിൻ്റെ ഉപമ. ലാസറിൻ്റെ 11-ാമത്തെ അധ്യായം, യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം 1 മുതൽ ലാസർ എന്ന് പറയുന്ന ഒരാളുടെ മരണവും ഈശോ അവിടെ ചെയ്ത അത്ഭുതവും ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കാമോ? ഇത് നമ്മുടെ ജീവിതത്തെ വല്ലാണ്ട് യാക്കോബ് ശ്ലീഹ പറയുന്ന പോലത്തെ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗമാണിത്. ഹല്ലേലൂയ. ശ്രദ്ധിച്ചേ, ലാസർ മരിച്ചിട്ട് എത്ര ദിവസം കഴിഞ്ഞിട്ടാണ് ഈശോ വരുന്നത്? 4. മനുഷ്യൻ, മൃഗങ്ങൾ, പക്ഷികൾ ഇതെല്ലാം മരിക്കും. ഏറ്റവും വേഗത്തിൽ ചീയുന്നതും പുഴുപിടിക്കുന്നതും ഏതിലാണ്? മനുഷ്യൻ്റെ ശരീരത്തിലാണ്. ഏറ്റവും വേഗത്തിൽ ചീയുന്നതും പുഴുവാകുന്നതും മനുഷ്യൻ്റെ ശരീരത്തിലാണ്. 4 ദിവസം കഴിഞ്ഞാൽ മനുഷ്യൻ്റെ ശരീരം മുഴുവൻ പുഴുക്കളുടെ കൂടായിരിക്കുമെന്നാണ് പറയുന്നത്. 4 ദിവസം കഴിഞ്ഞാൽ. ലാസർ മരിക്കുമ്പോൾ ഇലക്ട്രിസിറ്റി ഒന്നും ഇല്ലാത്തല്ല കാലത്ത്. അന്ന് മോർച്ചറിയോ അങ്ങനെയുള്ള സംവിധാനങ്ങൾ ഒന്നുമില്ല. ഈ മൃതശരീരം സൂക്ഷിക്കാനുള്ള സംവിധാനം ഒന്നും ഇല്ലായിരിക്കും. 4 ദിവസം കഴിഞ്ഞ് അടക്കി സിമിത്തേരിയിൽ സംസ്കരിച്ചു. 4-ാമത്തെ ദിവസമാണ് ഈശോ വരുന്നത്.
ഇനി നിങ്ങൾ ലാസറിൻ്റെ വീട്ടിലെ ഒരാളെ പോലെ നിന്ന് വചനം കേൾക്കുക. ഞാനും ആ വീട്ടിലുണ്ടായിരുന്ന ഒരാളെ പോലെ നിന്ന് ഈ വചനം വായിക്കുകയാണ്. ഈശോ 4-ാമത്തെ ദിവസം അവിടെ വരുന്നു. സഹോദരി പറയുന്നു, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ മരിക്കുകയില്ലായിരുന്നു. ഈശോ പറഞ്ഞു, അവൻ ഉയർത്തെഴുന്നേൽക്കും. സഹോദരി പറഞ്ഞു, അന്ത്യദിനത്തിലെ പുനരുദ്ധാനം ഉയർത്തെഴുന്നേൽക്കുമെന്ന് എനിക്ക് അറിയാം. അവർ തമ്മിലുള്ള സംഭാഷണമാണ് കുറച്ചു നേരം. അതിനുശേഷം ഈശോ ചോദിക്കുന്നു, എവിടെയാ സിമിത്തേരി, എവിടെയാ അടക്കിയിരിക്കുന്നത് എന്ന് ചോദിച്ചു. അങ്ങനെ സിമിത്തേരിയിലേക്ക് ഈശോ ചെല്ലുന്നു. എഴുതിയിട്ടുണ്ട് ആ സിമിത്തേരിയുടെ പ്രത്യേകത അതൊരു ഗുഹയായിരുന്നു എന്ന്. അതൊരു ഗുഹയാണ്, ഗുഹ. ഈശോ അവിടെ ചെന്നപ്പോൾ ലാസറിൻ്റെ സഹോദരിയോട് പറഞ്ഞൊരു വചനം പറയട്ടെ, വിശ്വസിച്ചാൽ നീ ദൈവമഹത്വം ദർശിക്കും. ഹല്ലേലൂയ. ആ വാക്കൊന്നും കൂടി രണ്ടായിട്ട് മുറിച്ച് കേട്ടെ. വിശ്വസിച്ചാൽ ദൈവമഹത്വം കാണും. അപ്പോൾ വിശ്വസിച്ചാൽ എന്ത് സംഭവിക്കും? കാണാൻ പാകത്തിലുള്ള അനുഗ്രഹത്തെ ദൈവം കൊണ്ടുവരും. വിശ്വസിച്ചാൽ. അപ്പോൾ ചില ആൾക്കാർ എന്നോട് ചോദിക്കും, വിശ്വസിച്ചാൽ എങ്ങനെയാച്ചാ കടബാധ്യത മാറുന്നേ? വിശ്വസിച്ചാൽ എങ്ങനെയാച്ചാ ഈ പ്രതിസന്ധി മാറുന്നേ? വിശ്വാസവും ഇത് തമ്മിൽ എന്താ ബന്ധം? വിശ്വസിച്ചാൽ എങ്ങനെയാ മരിച്ചുപോയാൻ ഉയർത്തു വരുന്നേ? വിശ്വസിച്ചാൽ എങ്ങനെയാ 4 ദിവസമായി മരിച്ചു കിടന്നവൻ പുഴു പിടിച്ചിരിക്കുന്ന ശരീരം പുഴുവില്ലാണ്ട് വരുന്നേ? അതെങ്ങനെയെന്ന് എനിക്കറിയില്ല. വിശ്വസിച്ചാൽ കടബാധ്യത മാറോ? എനിക്കറിയില്ല. വിശ്വസിച്ചാൽ മരിച്ചുപോയി ഉയർക്കുവോ? ഉയർത്തെഴുന്നേൽക്കുമെങ്കിൽ ഞാൻ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നത് ഏതു കാര്യത്തിലാണേലും ദൈവത്തിൻ്റെ മഹത്വം ആ വിഷയത്തിൽ കാണാൻ കഴിയുന്ന വിധത്തിൽ ദൈവം വെളിപ്പെടുത്തിയിരിക്കും എന്ന് പറഞ്ഞേ ഹല്ലേലൂയ. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി എന്ന് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ശ്രദ്ധിച്ചേ. ഇനി ഈശോ അവിടെ നിന്നപ്പോൾ കണ്ടത് എന്താണെന്ന് എഴുതിയിട്ടുണ്ട്. കണ്ട കാര്യം, ഈശോ കണ്ട ഒരു കാര്യം എഴുതിയിരിക്കുകയാണ്. ഒരു വലിയ കല്ല് അവിടെ ഇരിക്കുന്നത് ഈശോ കണ്ടു. എവിടെ ഇരിക്കുന്നത്? സിമിത്തേരിയിൽ, കല്ലറയിൽ. അതിൻ്റെ മുന്നിൽ ഒരു വലിയ കല്ലുരുട്ടി വച്ചിരിക്കുന്നത് കണ്ടു. ഈശോ അവിടെ നിന്നു. ഇനി 3 സ്റ്റേജ് പറയട്ടെ. ഈശോ നിൽക്കുന്നത് എന്നെ പോലെ ഞാൻ നിൽക്കുന്ന ഒരു സ്ഥലത്ത്, ഏകദേശം ഈ ഒരു ഭാഗത്ത് കല്ലും ഗുഹയുമായിട്ടിരിക്കുന്നു. ഇവിടെ നിന്നിട്ട് ഈശോ പറയുവാണ്, ആ കല്ലിനെ നോക്കി ആളുകളോട് പറയുവാണ്, ഈ കല്ല് എടുത്ത് മാറ്റണം. ഒരു കല്ല് ഏതൊക്കെ വിധത്തിൽ മാറ്റാൻ പറ്റും? എടുത്തു മാറ്റാം, ഉരുട്ടിയും മാറ്റാം. പറ്റുമോ? എന്തുകൊണ്ട് ഈശോ ഉരുട്ടി മാറ്റണ്ട, എടുത്തു മാറ്റിയാൽ മതി എന്ന് പറഞ്ഞു? രണ്ടിനും പ്രത്യേകതകളുണ്ട്. ഉരുട്ടി മാറ്റുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും ഉരുട്ടാം, അതിന് 2 പേര് മതി, ഒരാളൊക്കെ മതി. എടുത്തു മാറ്റണമെങ്കിലോ കൂടുതൽ അധ്വാനം, കൂടുതൽ ആള്, കൂടുതൽ ശക്തി വേണം. ഈശോ എന്തിനായിരിക്കും എടുത്തു മാറ്റാൻ പറഞ്ഞത്? എന്തിനാ ഇത് പറഞ്ഞത്? ഒരു അത്ഭുതം നടക്കണമെങ്കിൽ ഈശോ അന്നേരെ പറഞ്ഞു എടുത്തു മാറ്റണമെന്ന്. ഹല്ലേലൂയ. എല്ലാ വർഷവും എല്ലാ 6 മാസം കൂടുമ്പോഴൊക്കെ ദൈവവചനം കേൾക്കുന്നവരും പ്രാർത്ഥിക്കുന്നവരുമാണ്. ഒരൊറ്റ കാര്യം നമ്മൾ ചെയ്യാൻ പരാജയപ്പെട്ടു പോകും. ഞാൻ അടക്കം, എന്നെയും കൂടി ഉൾപ്പെടുത്തിയിട്ടാണ് ഇത് പറയുന്നത്. ഞാൻ വേറൊരാളായി നിന്നുകൊണ്ടല്ല പറയുന്നത്, ഞാനും ഇതിനകത്തെ ഒരു ഭാഗമായി നിന്നുകൊണ്ട് പറയട്ടെ. നമ്മളെല്ലാം പരാജയപ്പെടും. ദൈവവചനം കേൾക്കും, കൈയടിച്ചൊരു പാട്ടുപാടും, തൊണ്ണ പൊട്ടുന്ന വിധത്തിൽ നമ്മൾ സ്തുതിക്കും. പ്രാർത്ഥന കഴിഞ്ഞ് പോകുമ്പോൾ നമുക്ക് സംസാരിക്കാൻ പോലും ശബ്ദമില്ലാതെ ചിലപ്പോൾ വരും. എന്നിട്ട് ചിലപ്പോൾ നമ്മൾ പറയും, ധ്യാനം ഭയങ്കര അഭിഷേകമായിരുന്നു എന്നൊക്കെ പറയും. പക്ഷെ നമ്മൾ എന്ത് ചെയ്തിട്ടില്ല? എടുത്തു മാറ്റേണ്ടതിനെ എടുത്തു മാറ്റിയിട്ടില്ല. ശ്രദ്ധിച്ച്, ഈശോ അത്ഭുതം ചെയ്യാൻ അവിടെ വന്നപ്പോൾ ആദ്യം പറഞ്ഞത് എടുത്തു മാറ്റണമെന്നാണ്. ഈ 20 വർഷം അല്ലെ 20 വർഷമായി നടക്കുന്ന കാഞ്ഞൂർ കൺവെൻഷനിൽ ദൈവത്തിൻ്റെ ജീവനുള്ള വചനം പറയാൻ എന്നെ മൈക്കുമായി ഇവിടെ നിർത്തിയ ദൈവം ഒരുപക്ഷെ എന്നോടും നിങ്ങളോടും ചിലപ്പോൾ പറയുന്നത് എടുത്തു മാറ്റണമെന്ന് തന്നെയാണ്. പറഞ്ഞേ ഹല്ലേലൂയ.